രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു കോമാളിയെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ എടുക്കരുത് എന്ന് ഞാൻ ഇന്നലെ തീരുമാനിച്ചതാണ്. പക്ഷേ എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ തമാശ നിങ്ങളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ രാഹുൽ ഈശ്വറിൻ്റെ വക്കീൽ കോടതിയിൽ നടത്തിയിട്ടുള്ള ചില വാദങ്ങളാണ്. ആ വാദങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോയും ഞാൻ മാറ്റിയേക്കാം. ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയോ ഗാന്ധിജിയോ ഒന്നും ആകണ്ട, എനിക്ക് വിശക്കണു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ദോശയും ചപ്പാത്തിയും മേടിച്ച് കഴിച്ചു, അതോ പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു, ചെറിയ അഭ്യാസങ്ങളൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ വക്കീൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്നലെ അവിടെ വാദിച്ചത് രാഹുൽ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഒരു പാവം മണ്ടറാണ്, പ്ലീസ് വെറുതെ വിടണം, ദയവ് ചെയ്ത് 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ളതാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, രാഹുൽ ഈശ്വറിൻ്റെ കാശ് കൊടുത്തേക്കുന്ന വക്കീലാണ് ഇയാൾ മണ്ടറാണെന്ന് തോന്നി വാദിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അറിയേണ്ടത് സമ്മതിക്കുകയല്ല വാദിഭാഗം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വക്കീലാണ്. ഗവൺമെൻറ് വക്കീൽ പറഞ്ഞത് ഇല്ലല്ല, അയാൾ മണ്ടനല്ല, അയാൾ വളരെ ബ്രില്യൻ്റ് ആണ്, അയാൾ ഇതുപോലെ ഈ എരപിടിയന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് എന്ന് പറയുകയും അതിജീവിതകളെ അവഹേളിക്കുകയാണെന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും രാഹുൽ ഈശ്വറിൻ്റെ വക്കീൽ പറഞ്ഞേക്കണത് ഇല്ല, എൻ്റെ കക്ഷി ശരിക്കും മണ്ടനാണ് എന്നാണ് പറഞ്ഞേക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഒരു മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാഹുൽ യഥാർത്ഥത്തിൽ ജാമ്യം കിട്ടിയേനെ. പക്ഷെ അത് കിട്ടാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട്, അതായത് സെഷൻസ് കോടതിയിൽ SCJM കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. വാദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഈശ്വറിൻ്റെ എന്ന് പറയുന്ന ലോയൊക്കെ അറിയാമെന്ന് പറയുന്ന പതിവ് ബുദ്ധിമാനായിട്ടുള്ള ഓരോ മനുഷ്യൻ യഥാർത്ഥത്തിൽ വേറൊരു ജാമ്യാപേക്ഷ അതിനേക്കാൾ മുകളിലുള്ള കോടതിയിൽ കൊടുത്തേക്കണത്, സെഷൻസ് കോടതി കൊടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഈ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ജഡ്ജി തീരുമാനമെടുക്കാൻ വന്നപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ മുകളിലുള്ള ഒരു കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി മറ്റൊരു അപേക്ഷ രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു എത്ര മണ്ടത്തരമാണ് ഇത്. കേട്ടപ്പെട്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ വക്കീൽ തന്നെ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിലുള്ളൊരു അപേക്ഷ നിങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പിൻവലിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നൊന്നും ചെയ്യാൻ സാധ്യമാവുമായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ മണ്ടത്തരങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ജാമ്യം കിട്ടിയില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കുമ്പോൾ അഭിലാഷ് ഒരു 30 സെക്കൻഡ് തരൂ, 30 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നത് കാണാം. സാധാരണ കോടതിയിൽ നമ്മളൊരു പ്രതിയായി കയറി ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കൗൺസിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ അഭിഭാഷകന് മാത്രമേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരമുള്ളൂ. അല്ലെങ്കിൽ കോടതി ചോദിക്കുകയോ അല്ലെങ്കിൽ കോടതിയുടെ അടുത്തുനിന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് സ്പെഷ്യൽ പെർമിഷൻ എടുക്കുകയൊക്കെ ചെയ്യണം. അതൊന്നും കേൾക്കാതെ ഇദ്ദേഹം ഉടനെ കോടതിയോട് പ്ലീസ് ഒരു 30 സെക്കൻഡ് തരൂ ജഡ്ജി എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരക്കേടുകളെല്ലാം കൊണ്ട് യഥാർത്ഥത്തിൽ ജാമ്യം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്നിട്ട് യഥാർത്ഥത്തിൽ കാലം പിടിച്ചു. കാരണം ആദ്യം പുള്ളി മറ്റേ ഈ പറയുന്ന വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, പുരുഷന്മാർക്ക് ഞാൻ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തിട്ട് അടങ്ങൂ, ഇത് പോര്, ഞാൻ ഈ പറഞ്ഞ പോലെ മരിച്ചു വീണാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ 4 ദിവസം 5 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ തന്നെ 6ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും പുള്ളിയുടെ പിടിവിട്ടു. പുള്ളി എന്ത് ചെയ്തു, മറ്റേ അവിടെ നിന്ന് ദോശയും ചട്ടിയൊക്കെ മേടിച്ച് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ജയിലധികരെന്ന് പറഞ്ഞു ഇത് മര്യാദകളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, കാരണം ഇന്നത്തേക്കുള്ള അരി ഇട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കുള്ള അരിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ കാല് പിടിച്ച് പുള്ളി എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ, കഞ്ഞിവെള്ളമാണെങ്കിലും മതി എന്ന് പറഞ്ഞാൽ അത് മേടിച്ച് കുടിച്ചാണ് ഇപ്പോൾ പാവം കിടക്കുന്നത്. ഇനി 4ാമത്തെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്താണെന്നറിയോ? ഇദ്ദേഹം ചെന്നുടനെ നിരാഹാരം തുടങ്ങിയല്ലോ. ഈ നിരാഹാരം തുടങ്ങിയപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തെ കൂട്ടിപ്പോയി തെളിവെടുപ്പ് എടുക്കുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു. അങ്ങനെയും പെട്ടു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമാണ്. ഇദ്ദേഹത്തെ ആരാധിക്കുന്നവരൊക്കെ എങ്ങനെയുള്ള ആളുകളാണെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരാളിൽ നിന്നൊരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മറച്ചു വെക്കും. അല്ലാതെ നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്ത് പിന്നെ ആളുകളെ കൂടി കാണിക്കുക ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, പോലീസ് വരുമ്പോൾ ഇദ്ദേഹം സ്വന്തം ലാപ്ടോപ്പ് ഒളിപ്പിക്കുകയാണ്. ആ ഒളിപ്പിച്ചിട്ട് വളരെ ബുദ്ധിമാനായി ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ ആ ഒളിപ്പിച്ച വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അത് വിട്ടു. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണം, ആ പോയി എടുത്തോന്ന് കടു പറഞ്ഞു. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ രാഹുൽ
കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. എനിക്ക് പിന്നെ നേരത്തെ അറിയാം ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ ദീപ രാഹുൽ എന്ന് പറയുന്നത്. ഈ ദീപ രാഹുലും ഇദ്ദേഹവുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാനുണ്ടായി. അപ്പോൾ ദീപ പാവം, അതായത് ദീപ രാഹുലും ഇവരായിട്ടുള്ള ഇൻ്റർവ്യൂ കാണുമ്പോൾ ദീപ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ, പഴയൊരു ഇൻ്റർവ്യൂ ആണ്, എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇദ്ദേഹവുമായിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിൽ പക്ഷേ ദീപ പറയുന്ന അടുത്ത വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ രാഹുലേട്ടൻ അങ്ങനെയല്ല, വലിയ ബുദ്ധിമാനാണെന്നാണ്. അതിലെ ആ വാചകത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ദീപക്ക് ബുദ്ധിയില്ലെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാഹുൽ ബുദ്ധിമാനാണെന്ന് ദീപ വിചാരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദീപ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം ജയിലിൽ കിടക്കുമ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു നിയമത്തെ വളരെ വെല്ലുവിളിക്കുന്ന പരിപാടികളായിട്ടാണ് ജഡ്ജിക്കൊക്കെ തോന്നിയത്. ഇവൻ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത് എന്ന് വിചാരിച്ചു. പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ അടുത്തൊരു മണ്ഡലത്തിൽ എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഈശ്വർ വിചാരിച്ചത് താങ്കൾ അങ്ങോട്ട് അറസ്റ്റിലാകുന്നതോടുകൂടി കേരളം കത്തുമെന്നാണ് വിചാരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് മറ്റേ ഈ ബുൾജെറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു. എനിക്ക് അവരുടെ വീഡിയോ ഒന്നും കാണാനേ പറ്റാറില്ല. പക്ഷേ കേരളത്തിൽ വലിയ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരാണ്. 1600 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്നും കയറുന്നതാണ്. പക്ഷേ ഇവൻ്റെയൊക്കെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാരണം ഇവൻ ചാണാക്കുഴിയിൽ ചാടിയിട്ട് ചൊറിച്ചിലെടുക്കുന്നു എന്ന് പറയുന്നതാണ്. ചാണാക്കുഴിയിൽ ചാടിയാൽ പിന്നെ ആർക്കും ചൊറിച്ചിലെടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു അധ്യാപകൻ കുളിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവനെയൊക്കെ ഒരു തവണ അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ ഇതുപോലെ പറഞ്ഞിരുന്നു, ഞാൻ മീഡിയ പേഴ്സണാണ് എന്ന് പറഞ്ഞിരുന്നു. 9ാം ക്ലാസ്സിൽ ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞിരുന്നു കേരളം കത്തിക്കോ എന്ന് പറഞ്ഞിരുന്നു. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞ് വീഡിയോ കാണിക്കുമല്ലോ, അതുപോലെ ഈ കൊച്ച് പാവം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കയ്യടികളൊക്കെ തന്നെ വലിയ കാര്യമാണെന്നും, എനിക്ക് വേണ്ടി കേരളത്തിലുള്ള നിരവധി ആളുകൾ രംഗത്തിറങ്ങുമെന്നും, അതോടുകൂടി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും അതുപോലെ പോലീസും ഭരണകൂടവും എല്ലാം വിറക്കും എന്നുമൊക്കെയാണ് പാവം വിചാരിച്ചത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ സലീം കുമാർ ഒരു പടത്തിൽ പറയുന്ന വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. പടക്കക്കട മിടാ ഗടഫ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പടക്കക്കട കത്തിപ്പോയപ്പോൾ പുള്ളി പറയുന്ന വാചകമാണ്. അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഈ കോമഡി വേഷം കിട്ടുമെന്ന് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കണം, 2 അടി കൊടുത്തിട്ട് എങ്കിൽ നേരെയാകും എന്നുള്ളതാണ് PC ജോർജ് പറഞ്ഞേക്കുന്നത്. പലപ്പോഴും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളോടൊക്കെ എനിക്ക് വ്യത്യസ്തമായ വലിയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അഭിഭാഷകൻ, സ്വന്തം കാശ് കൊടുത്ത് വെച്ചേക്കുന്ന അഭിഭാഷകൻ, അതായത് അഭിഭാഷകൻ പറയാന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ തന്നെ പറയുന്നത് തുല്യമാണ്. അപ്പോൾ പറയുന്നത് പാവം മണ്ടറാണ്, പ്ലീസ് ദയവ് ചെയ്ത് വെറുതെ വിടണം എന്നാണ് കോടതിയോട് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് കോടതി വിട്ടില്ല. വിടാത്തതിൻ്റെ കാരണം മുകളിലത്തെ കോടതിയിൽ ഈ കേസുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും കുറഞ്ഞ വർഷം ബുധനാഴ്ച വരെയെങ്കിലും ജയിലിൽ കിടന്നേ പറ്റൂ. ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ആവേശമായിരുന്നു, 2 ദിവസം ആവേശമായിരുന്നു, പുള്ളി ഗാന്ധിജി ആയിരുന്നു. 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഗാന്ധിജി ഒന്നും അല്ലാതായി. പകരം പുള്ളി ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള രാഹുലായി, എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതി എന്നായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം നാളെ ഡിസംബർ 8-ാം തീയതിയാണ്. നാളെയാണ് നമുക്കറിയാം ദിലീപിൻ്റെ കേസിൽ വിധി വരാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇപ്പോൾ വിധി മാറ്റിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ചില വക്കീലന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് മാറ്റിവെക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ 8-ാം തീയതി ചുവന്ന റിബണും കെട്ടി ഞാൻ വന്ന് ചർച്ചയിലിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പോയത്. പക്ഷേ ചുവന്ന റിബണും കെട്ടി ചർച്ചയിലിരിക്കില്ല. കാരണം വിളിക്കാനും കഴിയില്ല. കാരണം ജയിലിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് പാവം രാഹുൽ ഈശ്വറിന് അവിടെ സുഖമായിട്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുമാത്രമല്ല, ദിലീപ് രക്ഷപ്പെട്ടാലും ഇനി ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ദിലീപ് രക്ഷപ്പെട്ടാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് കിടക്കുമ്പോഴും യഥാർത്ഥത്തിൽ വാരോയുടെ പറഞ്ഞ ഗർഭക്കേസിൽ ഒരാവശ്യവും ഇല്ലാതെ ആകാശത്തു കൂടി പോണ ആകാശത്തു കൂടി കൂടെ വണ്ടി ശരിക്കും പറഞ്ഞ് ഏണി വെച്ച് കയറി പിടിച്ചിട്ടാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഇതിനകത്ത് പോയിരിക്കുന്നത്. ഇത്രക്കുള്ള മണ്ടന്മാരെയൊക്കെ വിശ്വസിച്ച് ഇവരുടെയൊക്കെ ആരാധകരായി നടക്കുന്ന ജനമുണ്ട് എന്ന് രാഹുൽ ഈശ്വർ വിചാരിച്ച് കളയരുത്. പകരം ഈ കോമാളി വേഷം കെട്ടി ഈ അഭ്യാസമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ കൂടുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൽ ആരാധനയൊന്നുമില്ല. ഒരു പ്രതിഷേധവും ഒരു തേങ്ങയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഇതിനകം ദീപക്കും അതുപോലെ തന്നെ രാഹുലിനൊക്കെ മനസ്സിലായി. ഇദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലൊക്കെ പഠിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ തന്നെ ആ സ്ഥാപനത്തിന് പോലും വലിയ തോതിൽ പേരുദോഷമാണ് ഇദ്ദേഹം അവിടെ പഠിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിഗ്രി തന്നെ അവർ തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്ര മണ്ടനായിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് എങ്ങനെ ഡിഗ്രി പാസ്സായി എന്നുള്ളത് വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കോടതിയിലെ ജഡ്ജിമാർക്ക് പോലും ചിരിയും തമാശയുമാണ് ഇത് കേട്ടിട്ട് വന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ ഈ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഒരു ഹീറോ ആകാനുള്ള എല്ലാ പരിവേഷവും പോയിരിക്കുന്നു. കോടതിയിലേക്ക് പോവുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ രാഹുൽ ഈശ്വർ കാണിക്കാതിരുന്നൊരു ആക്ഷൻ എന്ന് പറയുന്നത് പുഷ്പ 2 പുഷ്പയിലെ ആക്ഷനാണ്. കാരണം താഴത്തിലുള്ളതാണ്. പക്ഷേ കേവലം 3 ദിവസം കൊണ്ട് താഴ്ന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. രാഹുൽ ഈശ്വർ എന്തായാലും പുറത്തേക്ക് വരട്ടെ. ഇനി മണ്ടനായ രാഹുൽ കൂടുതൽ ദിവസം അകത്ത് കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് അഭിഭാഷകൻ വായിച്ചത് മണ്ടനാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാൻ വല്ല കിണറ്റിലും ചാടിക്കളയുമെന്നാണ്. അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യട്ടെ, എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ, പാവം ദീപാ രാഹുലൊക്കെ ഒരു മനസമാധാനം കിട്ടട്ടെ.